ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം അടങ്ങിയിട്ടുള്ള വീഡിയോ കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. കൊയ്ത്ത് കാഴ്ചകളൊക്കെ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ നമുക്ക്. അതുകൊണ്ട് ഞാൻ ആ കാഴ്ചകളൊക്കെ കുറച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ശനിയാഴ്ചത്തെ വീഡിയോയാ. വെള്ളിയാഴ്ച കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പോൾ ബിരിയാണി വെച്ച ചെമ്പൊക്കെ അമ്മച്ചി രാവിലെ തേച്ച് കഴുകുന്നുണ്ട്. കുടിക്കാൻ വെള്ളം വെച്ച ഒരു കലമുണ്ട് കേട്ടോ, അതൊക്കെ രാവിലെ തേച്ച് കഴുകുന്നുണ്ട്. ഞാൻ അടുക്കളയിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുക, രാവിലത്തെ ഓരോരോ പണികളും തിരക്കൊക്കെയാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേക്ക് ആശംസകൾ പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇതാണ് ചെറുതായിട്ട് ഇന്നിപ്പോൾ കുറച്ച് ക്ലീനിങ് പണികളൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ ഒരുപാട് പണികളൊന്നും ഉള്ള ദിവസമല്ല കേട്ടോ. തലേദിവസത്തെ ബിരിയാണി ഇരിപ്പുണ്ട്, പിന്നെ രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചേട്ടായിക്ക് ലീവാണ്, പിള്ളേർക്കും സ്കൂളിലൊന്നും പോകണ്ട. അവർക്കൊക്കെ പോകണമെങ്കിൽ തലേദിവസത്തെ ഭക്ഷണം കൊടുത്തു വിടാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ ചോറ് വെക്കേണ്ടി വന്നേനെ. ആർക്കും പോകണ്ടാത്തതുകൊണ്ട് ഒന്നും ഉണ്ടാക്കുകയൊന്നും വേണ്ട കേട്ടോ. എല്ലാം ഒന്ന് അടിച്ചു വാരി തുടച്ച് തുണി അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ടാൽ മതി. 7 മണി കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും മഞ്ഞൊന്നും പോയിട്ടില്ല. ഇപ്പോഴും മഞ്ഞൊക്കെ മൂടി തന്നെ നിൽക്കും കേട്ടോ. പിന്നെ മഞ്ഞൊക്കെ ഇങ്ങനെ പെയ്യുന്നുണ്ട്. റോഡിലേക്കും വയലിലേക്കും ഒക്കെ ഇറങ്ങിയാൽ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആൾക്കാരെ പോലും കാണത്തില്ല, അതുപോലെ മഞ്ഞാണ്. നല്ല തണുപ്പുമാണ്. ഞാൻ അടുപ്പയിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ബിരിയാണിയൊക്കെ ഒന്ന് ആവി കയറ്റി വെച്ചു. പിന്നെ കുറച്ച് കുടിക്കാൻ വെള്ളം തിളപ്പിക്കണമായിരുന്നു. അങ്ങനത്തെ ഓരോരോ പണികളൊക്കെ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തിയും പരത്തുന്നുണ്ട്. അക്കു വീഡിയോ എടുക്കുക കേട്ടോ. അക്കു ഓരോരോ കോമഡികളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മ ഇങ്ങോട്ട് നോക്കി വർത്താനം പറ, ചിരിക്ക് എന്നൊക്കെ പറയുക. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നും നോക്കി ക്യാമറയിലേക്ക് നോക്കി അങ്ങനെ വർത്താനം പറയണമെന്ന് എനിക്ക് പറ്റത്തില്ല കേട്ടോ. എനിക്ക് അന്നേരത്തേക്ക് ചിരി വരും. അങ്ങനെയൊക്കെ വീഡിയോ എടുക്കുവാണെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഞാനങ്ങനെ ശ്രമിക്കുന്നുണ്ട്, ഇതുവരെ പറ്റിയിട്ടില്ല. ഫ്രിഡ്ജിൽ ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ സാധാരണ കുഴച്ച് വെക്കാറുള്ളതാണ്. കുഴച്ച് വെച്ചതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നേ. ഇതിപ്പം ഇന്ന് രാവിലെ കുഴച്ചെടുത്തതാണ്. അങ്ങനെ ഒരുപാട് സമയം വെക്കാനൊന്നും നേരം കിട്ടിയൊന്നുമില്ല. ഒരു 10 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുഴച്ച് കഴിഞ്ഞിട്ട്. പിന്നെ വേഗം തന്നെ പരത്തി ചപ്പാത്തി ചുട്ടെടുക്കുവാണേ. തലേദിവസത്തെ വെജിറ്റബിൾ കറി കുറച്ചിരിപ്പുണ്ട്, അത് തന്നെ ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ കറിയൊന്നും വെച്ചിട്ടില്ല. പഴുത്ത മാങ്ങ അതിന് കുപ്പിക്ക് വരുന്നോ? ഇല്ല, അത് ഞാനിപ്പോൾ അങ്ങോട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ട് എടുത്ത് വെച്ചോ. അത് തിന്നാ വേണമെങ്കിൽ കൊച്ചിനൊക്കെ വെയിലൊക്കെ കഴിച്ച് തണുപ്പ് മാറണം. ഇപ്പം ഭയങ്കര തണുപ്പാണ്. പഴുത്ത വാങ്ങി അല്ല, ഇവിടുന്ന് കിട്ടിയതാ. അത് പിന്നെ നമ്മൾ വെള്ളയ്ക്ക് അച്ചാറിടൂലേ, മുളക് പൊടി ഇടാതെ കടുക് പൊട്ടിച്ചിട്ട് പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ കാന്താരിയൊക്കെ കൂടി ഇട്ടിട്ട് അതിന് വേണ്ടി എടുത്ത് വെച്ച പുറത്ത്. വെറുതെ തിന്നാൻ പറ്റില്ല. വെറുതെ പിന്നെ നാട്ടുമാങ്ങയില്ലേ, അതിനെ ചവന്ന് അതിൻ്റെ വിളിക്കണം. ഇത് റേഷൻ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഗോതമ്പ് പൊടിയാണ്. അതൊന്ന് ഇടഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കുന്ന കേട്ടോ. ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കണം, എന്നാലേ ഒരു മയമൊക്കെ ഉണ്ടാവത്തുള്ളൂ. നല്ല ടേസ്റ്റ് കേട്ടോ. ചപ്പാത്തി അങ്ങനെ കുഴച്ച് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ സോഫ്റ്റൊക്കെ ഉണ്ടാവും. കുറച്ച് സമയം വെക്കുകയൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് സോഫ്റ്റൊക്കെ ആയി വരും. രാവിലെ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞു. അമ്മച്ചി വീട്ടിലേക്ക് പോവാണേ. അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണ് മുറ്റത്തിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ചേട്ടായി ഒക്കെ മുറ്റത്തിൻ്റെ ഓരോ സൈഡിലായിട്ട് നിൽപ്പുണ്ട്. ഞാനകത്ത് പാത്രം കഴുകുമായിരുന്നേ. കുഞ്ഞിപ്പെണ്ണിൻ്റെ വലിയ കാർച്ച കേട്ടോണ്ടാണ് ഞങ്ങളെല്ലാവരും ഓടി വന്നത്. ഓടി വായോ എന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നേ. വന്ന് നോക്കുമ്പോൾ ഒരു മലയണ്ണൻ. കുഞ്ഞിപ്പെണ്ണ് ഇതിനെ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ, അതുകൊണ്ട് അവൾ പേടിച്ചു പോയി കണ്ടപ്പോൾ. അവളുടെ കാർച്ചയും കൂകലും കാരണം അതും പേടിച്ച് ഓടിപ്പോയി. എനിക്കാണെങ്കിൽ ശരിക്കും വീഡിയോ എടുക്കാനും പറ്റിയില്ല. പിന്നെ ചേട്ടാ ഇതാ ചെടിക്കൊക്കെ വളം ഇടുവോ, പിന്നെ ചെടിയുടെ മണ്ണൊക്കെ ഒന്ന് കൂട്ടി വേറെ മണ്ണ് കൊണ്ടിടുവോ, അങ്ങനെ എന്തൊക്കെയോ പണികൾ ചേട്ടായി ചെയ്യുന്നുണ്ട് ഇവിടെ. ശനിയാഴ്ച വൈകിട്ട് പള്ളിയിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിലൊക്കെ പോയി. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാട്ടോ പോകുന്നത്. അമ്മച്ചിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. പിന്നെ ഞാൻ ശനിയാഴ്ച കുറച്ച് താമസിച്ചല്ലേ വീഡിയോ ഇട്ടത്, പള്ളിയിലൊക്കെ പോയതുകൊണ്ടാട്ടോ അന്ന് താമസിച്ച് വീഡിയോ ഇട്ടത്.
ഇത് ഞായറാഴ്ചത്തെ വീഡിയോയാ. ചേട്ടായി രാവിലെ കോഴിക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ചോറും കറിയൊക്കെ ആക്കും കേട്ടോ. ചേട്ടായിക്ക് ഇന്നിപ്പം ലീവില്ല, ജോലിക്ക് പോകണം, ചോറും കൊണ്ടുപോകണമല്ലോ. അപ്പോൾ വേഗം ചോറും കറിയൊക്കെ ആക്കുന്നുണ്ട്. ചേമ്പും മത്തനും കൂടെ ഇട്ടിട്ട് ഒരു നാടൻ കറി കേട്ടോ, ഒരു പഴയ കാലത്തെ കറിയാണ് ഉണ്ടാക്കുന്നത്. ഉപ്പും മഞ്ഞളും പച്ചമുളകും ഒക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേകാൻ വെച്ചിട്ടുണ്ട്. കുക്കറിലോ അല്ലാതെ മൺചട്ടിയിലോ ഒക്കെ വേവിച്ചെടുക്കാം. മൺചട്ടിയിലാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ഉണക്കമീനും വറുക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞേച്ച് ചീനച്ചട്ടിയിൽ കുറച്ച് വറ്റൽമുളക് വറുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ, ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട്, മുളക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട്. മുളകൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്ത് മാറ്റി. അത് കഴിഞ്ഞേച്ച് ആ ചീനച്ചട്ടി തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ചു. മത്തനും ചേമ്പും കൂടെ കറി വെച്ചിട്ടുണ്ടല്ലോ, അതിന് കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ്. 2 അല്ലി വെളുത്തുള്ളി ചതച്ചാണ് ഇടേണ്ടത്. ഞാൻ നേരമില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് ഇട്ടു. പിന്നെ ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ കൂടെ മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. വെളുത്തുള്ളി വേണം നിർബന്ധമില്ല, ചേർക്കാതെയും കടുക് വറുത്ത് ഒഴിച്ചു കൊടുക്കുക. ചേമ്പ് തന്നെയാണേലും മത്തൻ തന്നെയാണേലും ഇതുപോലെ തന്നെ കറി വെക്കാം. പിന്നെ തേങ്ങയും ജീരകവും അരച്ചും കറി വെക്കാറുണ്ട് കേട്ടോ. ഇത് തേങ്ങ അരയ്ക്കാത്ത രീതിയിലുള്ള കറിയാണ്. തേങ്ങ അരച്ചില്ലെങ്കിലും നല്ല കൊഴുപ്പുണ്ടാവും. നല്ല പൊടിയുള്ള ചേമ്പും മത്തനും ഒക്കെ കൊണ്ട് ഇതുപോലെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. തവി കൊണ്ട് ചേമ്പും മത്തനും ഒക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി, കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. പിന്നെ ഒരുപാട് ചാറായിട്ടല്ല ഈ കറി വെക്കുന്നത്, ചെറിയൊരു ഗ്രേവി മതി, ഒരുപാട് ചാറാക്കണ്ട കേട്ടോ. കഞ്ഞിക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ കറിയിലേക്ക് കടുകൊക്കെ വറുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇളക്കി യോജിപ്പിച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ മുളക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഇഞ്ചിയും കൂടെ ചേർത്താണ് ഇന്നിപ്പോൾ മുളക് ചമ്മന്തി അരയ്ക്കുന്നത്. ചെറിയുള്ളിയും പുളിയും ഇഞ്ചിയും വറ്റൽമുളകും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, വറുത്ത വറ്റൽമുളക്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ആയി. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുങ്ങി പള്ളിയിലേക്ക് പോകുക. എരിവ് കുറവുള്ള കറികളൊക്കെ വെക്കുമ്പം ഇതുപോലൊരു മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റല്ലേ. മഞ്ഞ നിറത്തിലുള്ള കറികളൊക്കെ നമ്മൾ വെക്കുമ്പം അതിനൊക്കെ ഇത്തിരി എരിവ് കുറവായിരിക്കുമല്ലോ. അങ്ങനെയുള്ള കറിയുടെ ഒക്കെ കൂടെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇന്ന് രാവിലത്തെ വീഡിയോയായത്. കുഞ്ഞിപ്പെണ്ണിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റിൻ്റെ ഫില്ലിങ് ഉള്ള ഒരു ബിസ്ക്കറ്റ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അത് കഴിക്കാൻ വേണ്ടി, ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമായിരിക്കും. എനിക്ക് ചോക്ലേറ്റ് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ, അതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഏതായാലും അതൊക്കെ അവൾക്ക് കൊണ്ടുപോകാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലത്തേക്ക് ചപ്പാത്തിയായിരുന്നേ. വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെയാണ് കൊടുത്തുവിടാൻ ഏറ്റവും നല്ലത്. പക്ഷേ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ബേക്കറി സാധനങ്ങളൊക്കെ കൊടുത്തുവിടും. കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ചേട്ടായിക്ക് പരിചയമുള്ള കടയിൽ നിന്നേ കേടായി തുടങ്ങുന്നത് കൊണ്ടുവരും. അപ്പോൾ കോഴികൾക്ക് കൊടുക്കും. ചപ്പാത്തി മാവ് കുഴച്ചത് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി. ബാക്കി ബെൻസി റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപ്പുമാവാണ് കഴിച്ചത്. എനിക്ക് വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പുമാവൊക്കെ എടുത്ത് ചായയൊക്കെ കൂട്ടി കഴിച്ചു. അതൊക്കെ കഴിഞ്ഞേച്ച് പിന്നെ അടിച്ചു വാരി തറ തുടയ്ക്കുകയും തുണി അലക്കി വിരിച്ചിടുകയും അങ്ങനെ ഓരോരോ പണികളാട്ടോ. ഇന്നിപ്പോൾ ഗ്യാസ് വരും, ഗ്യാസ് എടുക്കണം. എന്നും അടിച്ചു വാരി തുടയ്ക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ എപ്പോഴും വീട് നല്ല വൃത്തിയായിട്ട് കിടക്കും കേട്ടോ. അലമാരി, മേശ, കട്ടിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭിത്തിയോട് അടുപ്പിച്ച് വെക്കാതെ ഒരു ചെറിയ സ്ഥലം ഇട്ടിട്ട് നമ്മൾ വെക്കുവാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ചൂല് കൊണ്ടൊന്ന് അടിക്കാനും ചുക്കിലൊക്കെ ഉള്ളതൊക്കെ ചിലന്തി വലയില്ലേ, അതൊക്കെ ഒന്ന് തട്ടിക്കളയാനൊക്കെ എളുപ്പമാണല്ലോ. പിന്നെ കതക്, കസേരകൾ അങ്ങനെ എല്ലാ ഭാഗത്തും ചൂല് കൊണ്ടൊന്ന് ചുക്കിലി വലയൊക്കെ അടിച്ചു വാരി കളഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ടോട്ടെ ഞാൻ അടിച്ചു വാരി തറ തുടയ്ക്കാൻ വേണ്ടി പോകുന്നത്. അലക്കാനുള്ള തുണികളൊക്കെ അതിലേ ഇതിലേയും വലിച്ചിടാതെ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പാത്രം വെച്ച് തുണിയിടുവാണെങ്കിലും അതും നമുക്ക് എളുപ്പമാണ്. വീടൊക്കെ വൃത്തിയായിട്ട് കിടക്കാനും നല്ലതാണല്ലോ. ഞാനിവിടെ സ്റ്റെയറിൻ്റെ അടിയിൽ ഒരു ബേസൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്താണ് എല്ലാവരും അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ കൊണ്ട് ഇടുന്നത്. എന്ത് ഫർണിച്ചറാണേലും ഇതുപോലെ ഭിത്തിയോട് ചേർത്തിടാതെ ഇത്തിരി ഒന്ന് സ്ഥലം ഇടുവാണെങ്കിൽ നമുക്ക് എന്നും ഇങ്ങനെ അടിച്ചു വാരുമ്പം അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി കൊണ്ടുപോകാൻ എളുപ്പമാണല്ലോ. പിന്നെ കുറച്ച് പാത്രം കൂടെ കഴുകി വെക്കാനുണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ അങ്ങ് കഴുകി വെച്ചു. പിന്നെ അടുക്കി പറക്കി വെക്കുക, ഓരോ പാത്രങ്ങളും അതിൻ്റെ ക്രമം അനുസരിച്ച് അടുക്കി പറക്കി വെക്കുക. പിന്നെ നമുക്ക് അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ കൊണ്ട് വെച്ചാലേ പിന്നെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ തീർക്കേണ്ട ജോലികളെല്ലാം അപ്പം തീർത്ത് പോകണമെങ്കിൽ കുറേ പണികളൊക്കെ അങ്ങനെ ഒതുങ്ങി കിട്ടുവേ. പാത്രം കഴുകുന്ന ബ്രഷൊക്കെ ഞാൻ പാത്രം കഴുകി കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി പിഴിഞ്ഞിട്ട് ആ പൈപ്പിൻ്റെ ബേക്ക് വശത്തായിട്ട് ഇങ്ങനെ വെക്കുവേ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിരിക്കും. പിന്നെ എന്നും രാത്രിയിൽ തിളച്ച വെള്ളത്തിൽ ഞാൻ ഈ ബ്രഷുകളൊക്കെ ഇട്ട് വെക്കും കേട്ടോ. എന്നിട്ട് രാവിലെ അത് നമുക്ക് പാത്രം കഴുകാൻ നേരത്തെ എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചത്തുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് വെക്കുന്നു കേട്ടോ രാത്രിയിൽ തിളച്ച വെള്ളത്തിൽ. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഓരോ സാധനങ്ങളും വെക്കാൻ കൃത്യമായിട്ടൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാവരും അത് അവിടെ കൊണ്ട് വെക്കുവാണെങ്കിൽ നമുക്ക് പണികളൊക്കെ നല്ല വൃത്തിയായിട്ട് തീർക്കാനും എല്ലാം നല്ല വൃത്തിയായിട്ട് കിടക്കാനും ഒക്കെ പറ്റും കേട്ടോ. ഇങ്ങനെ ചെതറി കിടക്കൂലല്ലോ. ഇപ്പോൾ മാലയായിട്ടും വളയായിട്ടും നമ്മൾ തലയിലിടുന്ന ക്ലിപ്പും
പിന്നെ ചാർജർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, താക്കോലും ഒക്കെ, അതൊക്കെ കൃത്യമായിട്ടൊരു സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിലും നമുക്ക് പണികളൊക്കെ ഒതുക്കാൻ പറ്റുമേ. പിന്നെ തുണികളൊക്കെ കൃത്യമായിട്ട് മടക്കി വെക്കുക. അതുപോലെ തന്നെ ചവിട്ടിയൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് അകത്തേക്ക് ഒരുപാട് ചെളിയൊന്നും ചവിട്ടിക്കയറ്റാതെ വൃത്തിയായിട്ടിടാം. പിന്നെ അകത്തിടാനും പുറത്തിടാനും ചെരുപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് എല്ലാ പണികളും തീർത്ത് വീട് മൊത്തത്തിൽ അങ്ങ് വൃത്തിയാക്കിയിടുവാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പണികളൊക്കെ ചെയ്യാൻ തന്നെ ഒരു ഉഷാറായിരിക്കും കേട്ടോ. നമ്മളൊക്കെ നമ്മുടെ വീടുകളിലെല്ലാം എന്നും പാത്രം കഴുകുകയും അടിച്ചു വാരുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാലും ഞാനിപ്പോൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ വീടൊക്കെ എത്ര പഴയതായാലും പുതിയതുപോലെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും കേട്ടോ. നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കുമല്ലോ ഓരോ സാധനത്തിൻ്റെയും ഭംഗിയെ. പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യുന്ന എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോ വീട്ടമ്മമാർക്കും ഓരോ രീതിയിലുള്ള ഐഡിയകളുണ്ടാവുമല്ലോ അല്ലേ. പിന്നെ ഒരു ക്ലീനിങ് വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോഴേ നമുക്കൊരു മോട്ടിവേഷൻ അല്ലേ, നമുക്കും അതുപോലെ ചെയ്യണം, നമ്മുടെ വീടും അതുപോലെ ആക്കണം എന്നൊക്കെ നമുക്കും തോന്നാറില്ലേ. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.